ഹേ ഗായ്സ്, എല്ലാവർക്കും തംജലൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോക്ക് കുറച്ച് ലെങ്ത് കൂടുതലുണ്ടാവും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് എനിക്ക് മെസ്സേജസ് അയക്കുന്നുണ്ട്, കമന്റ് സെക്ഷൻസ് വഴി പറയുന്നുണ്ട് ഈ ഒരു വീഡിയോ ചെയ്യോ, അതിനെക്കുറിച്ച് ചെയ്യോ, ഇങ്ങനെ ചെയ്യോ. അപ്പോൾ ഒരുപാട് മെസ്സേജസ് കിട്ടുന്നത് കൊണ്ട് തന്നെ ഓരോന്നും ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ആ ഒരു പ്രോമിസ് ഞാൻ കൊടുത്തത് കൊണ്ട് എന്തായാലും ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ കിട്ടിയ മെസ്സേജസിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു ടോപ്പിക് ആയിരുന്നു ഷോർട്ട് ലിസ്റ്റും അതുപോലെ തന്നെ സ്റ്റോറി ബോർഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. വീഡിയോക്ക് ലെങ്ത് കുറച്ച് കൂടുതൽ ഉണ്ടാവും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയേണ്ടതുകൊണ്ടാണ്. ഒരു സിനിമയുടെ തുടക്കം എന്ന് പറയുന്നത് നമുക്കൊരു കഥ കിട്ടി, ആ കഥയെ നമ്മൾ സ്ക്രിപ്റ്റ് ആക്കി മാറ്റി, അവിടെ നിന്നാണ് ഒരു സിനിമയുടെ തുടക്കം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം പ്രീ പ്രൊഡക്ഷൻ, ഷൂട്ടിംഗ്, അതുപോലെ പോസ്റ്റ് പ്രൊഡക്ഷൻ, ഇങ്ങനെ മെയിൻലി 3 സ്റ്റേജസ് ആണ് ഒരു ഫിലിം മേക്കിങ്ങിൽ ഉള്ളത്. അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു സെക്ഷനാണ് പ്രീ പ്രൊഡക്ഷൻ. അതായത് സിനിമയുടെ ഷൂട്ടിങ്ങിന് മുന്നേ നമ്മൾ ചെയ്യുന്ന പ്രിപ്പറേഷൻസ്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്ന 2 ടൂൾസ് ആണ്, ഒന്ന് സ്റ്റോറി ബോർഡും ഒന്ന് ഷോർട്ട് ലിസ്റ്റും. ഒരു സ്റ്റോറി കിട്ടിക്കഴിഞ്ഞാൽ ആ സ്റ്റോറി നമ്മൾ ഫിലിമാക്കി മാറ്റുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. കാരണം ഏറ്റവും കൂടുതൽ പ്ലാനിങ് കൃത്യമായിട്ട് നടത്തേണ്ട ഒരു സ്റ്റേജാണ് പ്രീ പ്രൊഡക്ഷൻ. നമ്മൾ ആക്ടേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നത് തൊട്ട്, ടെക്നീഷ്യൻസിനെ റിക്രൂട്ട് ചെയ്യുന്നത് തൊട്ട്, ബാക്കിയുള്ള എക്യുപ്മെന്റ്സ് അക്വയർ ചെയ്യുന്നത് തൊട്ട്, ഇങ്ങനെ എല്ലാം ലൊക്കേഷൻ സ്കൗട്ടിങ് എല്ലാം വരുന്നത് പ്രീ പ്രൊഡക്ഷനിലാണ്. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ സിനിമ എങ്ങനെ ഷൂട്ട് ചെയ്യണം എന്നുള്ളത് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ഇത് ഒരുപാട് വലിയൊരു പ്രോസസ്സാണ്. നമുക്കറിയാം ഒരു സിനിമ എന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സീനുകൾ ഉണ്ടാവും. ആ സീനുകൾക്കുള്ളിൽ ഒരുപാട് ബ്രേക്കപ്പ് ഉണ്ടാവും, ഒരുപാട് ഷോട്ടുകൾ ഉണ്ടാവും, ഒരുപാട് ക്യാമറ പ്ലേസ്മെന്റ്സ് ഉണ്ടാവും, ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഉണ്ടാവും, ബ്ലോക്കിംഗ് ഉണ്ടാവും, അത് ആക്ടേഴ്സിനെ എങ്ങനെ സ്റ്റേജ് ചെയ്യണം, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലൂടെ കൊണ്ടുപോകണം. അപ്പൊ ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ആ ഒരു വർക്ക്, നമ്മുടെ ആ ഒരു കൺഫ്യൂഷൻസിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് 2 ടൂൾസുകളാണ് സ്റ്റോറി ബോർഡും ഷോർട്ട് ലിസ്റ്റ്. ഫസ്റ്റ് നമുക്ക് സ്റ്റോറി ബോർഡ് എന്താണെന്ന് നോക്കാം. സിംപിളി പറയുന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോറി ബോർഡ് എന്ന് പറയുന്നത് നമ്മൾ എഴുതി വെച്ച സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, എഴുതി വെച്ച സ്ക്രിപ്റ്റിനെ വിഷ്വലി റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് സ്റ്റോറി ബോർഡ്. അതായത് നമ്മൾക്കുള്ളിലുള്ള ഒരു ഡയറക്ടറുടെ ഉള്ളിലുള്ള വിഷ്വൽസും അയാളുടെ വിഷനും മറ്റുള്ളവർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനെക്കാട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവരുടെ ഉള്ളിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്, ആ ചിത്രങ്ങൾ കാണുമ്പോഴാണ്. അപ്പൊ അതുകൊണ്ടാണ് വിഷ്വലി എന്ത് ചെയ്യുന്നത്, നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്ന കാര്യം എന്നുള്ളത് വിഷ്വലി റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിൽ ഒരു സ്റ്റോറി ബോർഡ് നമ്മൾ ഉണ്ടാക്കുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ഒരു സ്റ്റോറി ബോർഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ? അങ്ങനെ ഒരു റൂളും ഇല്ല. അതായത് ഇത്രമാത്രം കാര്യങ്ങളെ ഉൾപ്പെടുത്താൻ പാടുള്ളൂ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പാടുള്ളൂ, അത് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ രീതിയിലുള്ള ഒരു തരത്തിലുള്ള റൂൾസും നമുക്കില്ല. നമ്മളുടെ ഉള്ളിലുള്ള വിഷ്വൽസിനെ മറ്റുള്ളവരിലേക്ക് കൃത്യമായിട്ട് കൺവിൻസ് ചെയ്ത് എത്തിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ, ക്യാമറ ഡിസ്ക്രിപ്ഷൻ, ഷോർട്ട് മൂവ്മെന്റ്, ക്യാമറ മൂവ്മെന്റ്, ആക്ടേഴ്സ് മൂവ്മെന്റ്, ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു സ്റ്റോറി ബോർഡിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇത് വിഷ്വലി റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റർ ആയിട്ടും സിനിമാറ്റോഗ്രാഫർ ആയിട്ടും ക്യാമറമാൻസും ആയിട്ടൊക്കെ സിംപ്ലിഫൈലി നമുക്ക് എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അവർക്കത് കാണുന്ന സമയത്ത് അത് അവർക്ക് ഒരു റെഫറൻസ് ഇമേജ് ആണ്. അപ്പൊ കൃത്യമായിട്ടുള്ള ഐഡിയ അവർക്കും കിട്ടും. ആ ഒരു വർക്ക് ഫ്ലോ എന്താണ്, നമുക്ക് നല്ല രീതിയിൽ ഒരു തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസും ഇല്ലാതെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. ഈ സ്റ്റോറി ബോർഡ് എന്ന് പറയുന്നത് ഒരു കമ്പൽസറി ആയിട്ടുള്ള ഐറ്റം ഒന്നുമല്ല. നമുക്കറിയാം സ്റ്റോറി ബോർഡ് പോയിട്ട് സ്ക്രിപ്റ്റ് പോലും ഇല്ലാതെ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ മലയാളത്തിൽ അടക്കം. ഇനി എന്താണ് ഒരു ഷോർട്ട് ലിസ്റ്റ്? നമുക്കറിയാം ഒരു വീട് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ആദ്യം ഒരു തറ നമ്മൾ കെട്ടി, ആ തറയുടെ മുകളിലേക്കുള്ള ഗ്യാപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു, കല്ല് വെച്ച് ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മളൊരു വീട് ഉണ്ടാക്കുന്നത്. ഇതേപോലെ തന്നെയാണ് ഒരു സിനിമയെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുക. സിനിമ എന്ന് പറയുന്നത് മേഡപ്പ് ഓഫ് സീൻസ് ആണ്. ഈ സീനുകൾ എന്താണ്, മേഡപ്പ് ഓഫ് ഷോർട്സ് ആണ്. അതായത് നമ്മളൊരു ബ്ലാങ്ക് സ്പേസ് എടുത്തു കഴിഞ്ഞാൽ ആ ബ്ലാങ്ക് സ്പേസ് ആണ് ഒരു സിനിമയെങ്കിൽ ആ ബ്ലാങ്ക് സ്പേസിനുള്ളിലേക്ക് നമ്മൾ ചെറിയ കഷ്ണങ്ങൾ വെച്ച് ഫില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കഷ്ണങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, ഓരോ സീനുകളും ഷോട്ടുകളുമാണ്. അങ്ങനെ ഓരോ സീനിനുള്ളിലും നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഷോട്ടുകൾ വെച്ച് ഓരോ സീനുകൾക്കുള്ളിലും ഇത്തരത്തിലുള്ള കൺവീനിയന്റ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഷോട്ടുകൾ വെക്കുമ്പോഴാണ് ഒരു സിനിമ ഉണ്ടാവുന്നത്. ഈച്ച് ആൻഡ് എവറി ഷോട്ട് കൺവേസ് എ ഡിഫറെന്റ് ഇമോഷൻ ആൻഡ് എ ഡിഫറെന്റ് മീനിങ്. ഓരോ സിറ്റുവേഷൻസിലും ഓരോ ഇമോഷൻസിലും നമ്മൾ പ്ലേസ് ചെയ്യേണ്ട ഷോട്ട് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെ ഓരോ ഷോട്ടുകൾ വെച്ച് കഴിയുമ്പോഴാണ് ഒരു സിനിമ കൺവിൻസിംഗ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഒരു സീനിലേക്ക് വേണ്ട ഷോട്ടുകളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ആ ലിസ്റ്റിനെ വിളിക്കുന്ന പേരാണ് ഷോർട്ട് ലിസ്റ്റ്.
ഒരു സ്റ്റോറി ബോർഡിൽ നമ്മൾ പറഞ്ഞു എന്താണോ നമുക്ക് കൺവേ ചെയ്യേണ്ടത് അത് നമ്മൾ ചിത്രങ്ങൾ വഴി അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ വഴിയാണ് കാണിക്കുന്നത്. പക്ഷെ ഒരു ഷോർട്ട് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ ചിത്രങ്ങൾ വഴിയല്ല, ജസ്റ്റ് നമ്മൾ എന്തെങ്കിലും ഒരു ലിസ്റ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സീനിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഷോട്ട്സുകൾ ഉണ്ടാവും. ഒരു ക്ലോസപ്പ് ഉണ്ടാവും, 2 മീഡിയം ഷോട്ട്സ് ഉണ്ടാവും, വൈഡ് ഷോട്ട്സ് ഉണ്ടാവും, മാസ്റ്റർ ഷോട്ട് ഉണ്ടാവും. ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഷോട്ട്സുകൾ വെച്ചിട്ടാണ് ഒരു സീൻ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഷോട്ടിന്റെ സൈസ് ആയിരിക്കില്ല നെക്സ്റ്റ് ഷോട്ടിന്, ആ ഒരു ഷോട്ടിന്റെ ആംഗിൾ ആയിരിക്കില്ല ചിലപ്പോൾ അടുത്ത ഷോട്ടിന്, ആ നെക്സ്റ്റ് ഷോട്ടിന് വേണ്ടത് ചിലപ്പോൾ ആ ഒരു ഡെപ്ത് ഓഫ് ഫീൽഡ് ആയിരിക്കില്ല. ഈച്ച് ആൻഡ് എവറി ഷോട്ട് എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. ഇത് നമുക്ക് വലിയ രീതിയിലുള്ള ഒരു തലവേദന ഉണ്ടാക്കും. ഈ തലവേദന കുറക്കാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂൾ അല്ലെങ്കിൽ ഒരു ഗൈഡാണ് ഷോർട്ട് ലിസ്റ്റ്. അതായത് നമ്മൾ ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ, ഒരു സ്പെസിഫിക് ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ഷോട്ടിന്റെ സൈസ്, അതിന്റെ ആംഗിൾ, അതിന്റെ ടൈപ്പ്, അതിന്റെ കോമ്പോസിഷൻ, അതിന്റെ ലൈറ്റിംഗ്, അതിന്റെ ഡെപ്ത് ഓഫ് ഫീൽഡ്, അതിന്റെ മൂവ്മെന്റ്, അതിന് യൂസ് ചെയ്യേണ്ട ഗിയർ, ഇങ്ങനെ ഓരോ ഷോട്ടിനും ചിലപ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഒരു സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലേസസിൽ ക്യാമറ വെക്കേണ്ടതായിട്ട് വരും. അതായത് ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞ് അവിടുന്ന് ഒരു സീനിന്റെ ഒരു പോർഷൻ ഷൂട്ട് ചെയ്തു, അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ലൈറ്റിംഗ് വെക്കുന്നത്. ഇവിടുന്ന് നമ്മൾ രണ്ടാമത്തെ പൊസിഷനിലേക്ക് ക്യാമറ മാറ്റുമ്പോൾ ലൈറ്റിംഗ് മാറ്റണം, ബ്ലോക്കിംഗ് മാറ്റണം, ആളുകളുടെ സ്റ്റേജിങ് മാറ്റണം, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഫസ്റ്റത്തെ പൊസിഷനിൽ നമ്മൾ ഏതെങ്കിലും ഒരു പോർഷൻ അറിയാണ്ടൊന്ന് വിട്ടുപോയി, അതായത് അതേ പൊസിഷനിൽ ഒരു ഷോട്ട് കൂടി എടുക്കാനുണ്ടായിരുന്നു, അത് എടുക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്തു, ക്യാമറ തൊട്ടടുത്ത പൊസിഷനിലേക്ക് മാറ്റി. അപ്പോൾ വീണ്ടും ഇവിടത്തേക്ക് വെക്കുന്ന സമയത്ത് വീണ്ടും എല്ലാ കാര്യങ്ങളും മാറ്റണ്ടേ, ലൈറ്റിംഗ് മാറ്റണം, കോമ്പോസിഷൻ മാറ്റണം, ആംഗിൾ മാറ്റണം, ലെൻസ് മാറ്റണം, ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. ഇതെന്താണ്, ഒരു ടൈം കൺസ്യൂമിംഗ് അല്ലേ? നമ്മൾ അത്രയും വലിയ ആക്ടേഴ്സിനെയും അത്രയും വലിയ കാസ്റ്റ് ആൻഡ് ക്രൂസിന്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഹോൾ പ്രൊജക്റ്റിനെ ബാധിക്കും. നമുക്ക് ടൈം കൺസ്യൂമിംഗ് വരും, മണി നമുക്ക് ലോസ് ആവും, ഇത്തരത്തിലുള്ള ഒരുപാട് പ്രഷർ നമുക്ക് ഉണ്ടാക്കും. ഇത്തരത്തിലുള്ള ഒരു സമയത്ത് നമുക്ക് ഒരു ഷോർട്ട് ലിസ്റ്റ് കയ്യിലുണ്ടെങ്കിൽ നമുക്കറിയാം, ഓക്കെ ഫസ്റ്റ് നമ്മൾ ക്യാമറ ഇവിടെ വെച്ചു, ഈ സ്ഥലത്ത് നിന്ന് ഇതെല്ലാം ഷൂട്ട് ചെയ്യണം, അതിനുശേഷം മാത്രമേ നമ്മൾ അടുത്ത പൊസിഷനിലേക്ക് ക്യാമറ മാറ്റാൻ പാടുള്ളൂ. ഇത്തരത്തിലുള്ള ഒരു കൺഫ്യൂഷൻ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യും, ഒരു ഷോർട്ട് ലിസ്റ്റ് സഹായിക്കും. അപ്പൊ ഇത്രയുള്ള ഒരു ഷോർട്ട് ലിസ്റ്റും സ്റ്റോറി ബോർഡും തമ്മിലുള്ള ഡിഫറൻസ്. ഞാൻ ഈ പറഞ്ഞതിന് അപ്പുറത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു കാഴ്ചപ്പാടുകളോ പെർസെപ്ഷനോ ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സ് വഴി അറിയിക്കുക. കാരണം ഓരോരാളും മനസ്സിലാക്കിയിട്ടുള്ള സംഭവങ്ങൾ ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ സ്റ്റോറി ബോർഡിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയതുപോലെ ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നത്, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ അത് എന്താണെന്നുള്ളത് ജസ്റ്റ് കമന്റ് ബോക്സ് വഴി നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിലും കമന്റ് ബോക്സ് വഴി എന്നെ അറിയിക്കുക. ഇതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഏതെങ്കിലും ഒരു രീതിയിൽ ക്ലാരിറ്റി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കുക, ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഇസ് ഗുഡ് ബൈ ഫ്രം തംജി ആൻഡ് ബൈ.